ടെസ്ലയെ ഞെട്ടിച്ച ബാറ്ററി രാജാക്കന്മാർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വണ്ടിപ്രേമികൾക്കിടയിലെ ഇന്നത്തെ സൂപ്പർ ഹീറോയെ കുറിച്ചാണ്. BYD, അതായത് ബിൽഡ് യുവർ ഡ്രീംസ്. വെറും ഒരു ബാറ്ററി കമ്പനിയിൽ തുടങ്ങി ഇന്ന് ലോകത്തിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ അടക്കി വാഴുന്ന ഈ കമ്പനിയുടെ വളർച്ച ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. കഥ തുടങ്ങുന്നത് 1995-ലാണ്. വാങ് ജുവാൻഫു എന്ന ഒരു കെമിസ്റ്റ് ചൈനയിലെ ഷെൻസെനിൽ വെറും 20 ജീവനക്കാരുമായിട്ടാണ് BYD സ്ഥാപിച്ചത്. അന്ന് ഇവർ കാറല്ല, മറിച്ച് നമ്മുടെ പഴയ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള റീചാർജ് ചെയ്യുന്ന ബാറ്ററികളായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. മോട്ടോറോളറും നോക്കിയയും ഒക്കെ അന്ന് ഇവരുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വെറും 10 വർഷം കൊണ്ട് ലോകത്തെ മൊബൈൽ ബാറ്ററികളുടെ പകുതിയും ഇവർ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ 2003-ൽ വാങ് ഒരു കടുത്ത തീരുമാനമെടുത്തു. നമുക്ക് കാർ നിർമ്മാണത്തിലേക്ക് ഇറങ്ങണം. എല്ലാവരും ചിരിച്ചു. ബാറ്ററി ഉണ്ടാക്കുന്നവർ എങ്ങനെ കാർ ഉണ്ടാക്കാനാണ്? പക്ഷെ അദ്ദേഹം തളർന്നില്ല. തകർന്നുപോയ ഒരു സർക്കാർ കാർ കമ്പനിയെ അദ്ദേഹം വിലക്കെടുത്തു. അതാണ് BYD ഓട്ടോയുടെ തുടക്കം. 2008-ൽ ലോക പ്രശസ്ത നിക്ഷേപകൻ വാറൻ ബഫറ്റ് ഈ കമ്പനിയുടെ കഴിവ് തിരിച്ചറിഞ്ഞ് കോടികൾ നിക്ഷേപിച്ചതോടെ ലോകം ഈ പേര് ശ്രദ്ധിച്ചു തുടങ്ങി. അതേ വർഷം തന്നെ ലോകത്തിലെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറായ F3DM ഇവർ പുറത്തിറക്കി. ലോകം ഇലക്ട്രിക് കാറുകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപേ BYD അത് പ്രാവർത്തികമാക്കിയിരുന്നു. എന്താണ് BYDയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അതാണ് അവരുടെ ബ്ലേഡ് ബാറ്ററി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇലക്ട്രിക് ബാറ്ററി ഇവർ സ്വന്തമായി വികസിപ്പിച്ചു. ടയർ മുതൽ ചിപ്പുകൾ വരെ സ്വന്തമായി നിർമ്മിക്കുന്നത് കൊണ്ട് വളരെ കുറഞ്ഞ വിലയിൽ ലക്ഷറി കാറുകൾ വിപണിയിൽ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇന്ന് നോക്കൂ, ഇന്ത്യയിലായാലും വിദേശത്തായാലും BYD സീലും അറ്റോ3യും നിരത്തുകൾ കീഴടക്കുകയാണ്. 2023-ൽ ഇലക്ട്രിക് കാർ വിൽപ്പനയിൽ ടെസ്ലയെ പോലും പിന്നിലാക്കി BYD ലോകത്ത് 1-ാം നമ്പർ സ്ഥാനത്തെത്തി. അപ്പോൾ സുഹൃത്തുക്കളെ, ലക്ഷ്യബോധമുണ്ടെങ്കിൽ എന്തും കീഴടക്കാം എന്നതിന്റെ തെളിവാണ് BYD. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.